ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബ് തൗഹീദ് യാരത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 133. ബാബ മാ ജാഅ അന്നൽ ഉലുവ ഫീ ഖുബൂരി സ്വാലിഹീന യുസയ്യിറുഹാ ഔസാനൻ തുഅബദു മിൻ ദൂനില്ലാഹ്. സജ്ജനങ്ങളുടെ ഖബറുകളുടെ വിഷയത്തിലുള്ള അതിര് കവിച്ചൽ അവയെ വിഗ്രഹങ്ങളാക്കും, അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളാക്കും എന്നത് സംബന്ധിച്ച അധ്യായം. ഇതിന്റെ ഷറഹ് തുടരുകയാണ്. കിതാബ് തൗഹീദിൽ നിന്നുള്ള ഭാഗം. വലി ബിൻ ജരീറിൻ ബി സനദിഹി അൻ സുഫിയാൻ അൻ മൻസൂർ അൻ മുജാഹിദിൻ അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ. സൂറത്തുൻ നജ്മിലെ 19ാമത്തെ ആയത്ത്, അവർ ലാത്തയും ഉസ്സയും കാണുന്നില്ലേ, അവരെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അവയെക്കുറിച്ച് എന്ന്. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഖാല മുജാഹിദ് എന്നിവർ പറഞ്ഞു, കാന യരുത്തു ലഹുമുസ് സവീഖ. ഇലാത്ത എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഹാജിമാർക്ക് സവീഖ് എന്ന ഒരു പലഹാരം, പായസം ഉണ്ടാക്കുന്ന ആളായിരുന്നു, ഒരു പാനീയം. സവീഖ് മാവ് കുഴക്കുന്ന ആളായിരുന്നു. ഫമാത്ത, അങ്ങനെ അദ്ദേഹം മരിച്ചു. ഫഅകഫു അലാ ഖബരിഹി. അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുത്ത് ഭജനമിരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാറുകൾ എന്നുള്ള റിപ്പോർട്ട്, കാന യരുത്തു സവീഖ ലിൽ ഹാജി. ഹാജിമാർക്ക് അദ്ദേഹം സവീഖ് കുഴച്ച് നൽകിയിരുന്നു എന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാറുകളുടെ മറ്റൊരു ഹദീസ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സായിറാത്തുൽ ഖുബൂരി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളെ ശപിച്ചിരിക്കുന്നു. വൽ മുത്തഖിദീന അലൈഹ അൽ മസാജിദ വസുറുജ. ഖബറുകൾക്ക് മേൽ മസ്ജിദുകളും വിളക്കുകളും സ്ഥാപിക്കുന്ന അവരെയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു എന്ന് ഈ ഭാഗത്തിന്റെ ഷറഹ് ആണ് പറയുന്നത്. ഉമ്മഖാല, പിന്നെ പറഞ്ഞു, അതായത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, വലി ഇബ്നു ജരീറിൻ, ഇബ്നു ജരീറിന്റെ റിപ്പോർട്ടിലുണ്ട് എന്ന്, അല്ലെ ഇബ്നു ജരീറിന് റിപ്പോർട്ട് ഉണ്ട് എന്ന്. ഇബ്നു ജരീർ ആണ്. ഇബ്നു ജരീർ ഹുവ അൽ ഇമാമുൽ ജലീൽ, മഹാനായ ഒരു ഇമാമാണ്. ഇമാമുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ ഇമാം മുഹമ്മദ് ബിൻ ജരീർ അത്തബരി എന്ന അദ്ദേഹമാണ്. സ്വാഹിബ് കിതാബ് അത്തഫ്സീർ, അത്തഫ്സീർ എന്ന കിതാബിന്റെ കർത്താവ്. അല്ലദീ അസ്ബഹ മർജിഅൻ ലിൽ മുഫസ്സിരീൻ അല്ലദീന ജാഉ മിൻ ബഅദിഹി. അദ്ദേഹത്തിന്റെ ശേഷം വന്ന മുഫസ്സിറുകൾക്ക് ഒരു അവലംബമായി വന്ന മുഫസ്സിറാണ്, അവലംബമായ മുഫസ്സിറാണ്. ഫഅഅളമു തഫാസീർ ഹുവ തഫ്സീർ ഇബ്നു ജരീർ. അപ്പോൾ തഫ്സീറുകളിൽ ഏറ്റവും മഹത്തായത് ഇബ്നു ജരീർ റഹിമഹുല്ലാഹ് അവരുടെ തഫ്സീർ ആണ് എന്ന്. അമ്മാ തഫാസീർ അഹ്ലുൽ കലാമി വ അഹ്ലുൽ മന്തിഖി ഫലൈസ മർജിഉഹാ കുതുബു അഹ്ലുസ് സുന്ന. അപ്പോൾ അഹ്ലുൽ കലാം, ഇൽമുൽ കലാമിന്റെ ആളുകൾ, അതേപോലെ മന്തിഖിന്റെ, ലോജിക്കിന്റെ ആളുകൾ, അവരുടെ തഫ്സീറുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം അഹ്ലുസ് സുന്നയുടെ കിതാബുകൾ അല്ല. ബൽ മർജിഉഹാ ഖവാഇദുൽ മന്തിഖി വ ഇൽമുൽ കലാമി. പക്ഷെ അവയുടെ അധിക റഫറൻസ് അല്ലെങ്കിൽ അടിസ്ഥാനം, ബേസ് എന്ന് പറയുന്നത് മന്തിഖും വചനശാസ്ത്രവുമാണ്. മന്തിഖ് എന്ന ലോജിക്. മിസ്ലു തഫ്സീർ അർ-റാസി വ തഫ്സീർ അസ്-സമഖ്ശരി. തഫ്സീർ റാസിയെയും തഫ്സീർ സമഖ്ശരിയെയും പോലെ. വഫീഹാ മിനൽ ഖലതി, അതിൽ കുറെ തെറ്റുകളുണ്ട്. വഫീഹാ മുർറു ശർരിൽ ഷൈഉൽ കസീർ വഇൻ കാന ഫീഹാ ഫവായിദു. അതിൽ ചില ഫായിദകൾ, ചില പ്രയോജനങ്ങൾ, ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ധാരാളം തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട് ഉണ്ട് എന്നർത്ഥം. തഫ്സീർ സമഖ്ശരി ഫീഹി ഫവായിദുൻ ലുഗവിയ്യത്ത്. തഫ്സീർ സമഖ്ശരി ആവട്ടെ, അതിൽ ഭാഷാപരമായ ലുഗവിയായിട്ടുള്ള കുറെ പ്രയോജനങ്ങൾ അതിലുണ്ട്. വ അസ്റാറുൻ ബലാഗിയ്യത്തുൻ, ബലാഗയുടെ രഹസ്യങ്ങളും അതിലുണ്ട്. ബയാനുൻ ലി തഫ്സീരിൽ അൽഫാദ്, ചില പദങ്ങളുടെ തഫ്സീറുകൾക്കുള്ള വിശദീകരണങ്ങളുണ്ട്. മിൻ ജുഹത്തിൽ ലുഗ, ഭാഷ എന്ന നിലക്ക്. ഫഹുവ ജയ്യിദുൻ മിൻ ഹാദിഹി നാഹിയ, ഈ വശത്തു കൂടെ നോക്കുമ്പോൾ അത് നല്ലതാണ്. വലാകിന്നഹു, പക്ഷെ അത് മിൻ നാഹിയത്തിൽ അഖീദത്തി, അഖീദയുടെ കോണിൽ നിന്ന് നോക്കുമ്പോൾ, വമിൻ നാഹിയത്തിൽ തഅ്വീലി, തഫ്സീർ എന്ന കോണിൽ നിന്ന് നോക്കുമ്പോൾ, യഷ്തമിലു അലാ കസീരിൻ മിന ശർരി, ധാരാളം തിന്മകൾ അടങ്ങിയതാണ്. വൽ ഖൗലി ബിൽ ഖൽഖിൽ ഖുർആൻ, അതേപോലെ ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാദമൊക്കെ ഉൾക്കൊള്ളുന്നതാണ് തഫ്സീർ അസ്-സമഖ്ശരി. ഫഹുവ മിൻ ഹാദിഹി നാഹിയത്തി തഫ്സീറുൻ മുഖ്തലിത്ത്,
അപ്പോൾ ഈ നിലക്ക് നോക്കുമ്പോൾ, ഈ വശത്തൂടെ നോക്കുമ്പോൾ, ഈ കോണിലൂടെ നോക്കുമ്പോൾ അത് ഒരു തഫ്സീർ സമഖ്ശരി ഒരു മുഖ്തലിത്തായ ഒരു തിന്മ കലർന്നിട്ടുള്ള ഒരു തഫ്സീറാണ്. لا يصلح أن يطالع فيه إلا طالب العلم المتأصل من أجل أن يأخذ ما فيه من الفوائد. അതായത് ആഴത്തിൽ അറിവുള്ള വിദ്യാർത്ഥികൾക്ക് അതിലെ ഫായിദകൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രമേ ആ തഫ്സീർ നോക്കാൻ പറ്റൂ. അമ്മൽ മുബ്തദി, ഇപ്പൊ തുടക്കക്കാരായ ആളുകൾ വൽ ജാഹിലു, അറിവില്ലാത്തവരും ഫലാ യസ്ലുഹു അൻ യുതാലിഅ ഫി തഫ്സീർ അസ്സമഖ്ശരി, തഫ്സീർ സമഖ്ശരി മുതാലഅത്ത് ചെയ്യൽ, അത് വായിക്കൽ അവർക്ക് അനുയോജ്യം അല്ല. കാരണം തെറ്റായ ചിന്തകളിലേക്ക് പോവാൻ സാധ്യത ഉണ്ട് എന്നർത്ഥം. അമ്മ തഫ്സീർ റാസി, ഇനി തഫ്സീർ റാസി എന്നത് ഫഹുവ അക്സറു ഷൈഅൻ ശർറൻ മിൻ തഫ്സീർ സമഖ്ശരി, തഫ്സീർ സമഖ്ശരിയേക്കാൾ കടുത്ത തെറ്റുകളുള്ളതാണ്. കുല്ലുഹു ജദൽ ഇഫ്തിറാദാത്തും, കാരണം അതൊക്കെ മുഴുവൻ തർക്കങ്ങളും അനുമാനങ്ങളുമാണ് തഫ്സീർ അർ-റാസിയിൽ. ഇഷ്കാലാത്തും, ചിലപ്പോഴൊക്കെ അത് ചില സംശയങ്ങൾ ജനിപ്പിക്കും. വലാ യുജീബു അലിഹ, എന്നിട്ട് അതിന്റെ മറുപടി ഇല്ലതാണ്. ഇന്നമ തഫാസീറുൽ മൗസൂഖത്തു, അവലംബാർഹമായി വിശ്വസിക്കാൻ കൊള്ളാവുന്ന തഫ്സീറുകൾ എന്ന് പറയുന്നത് അത്തഫാസിറുൽ മബ്നിയ്യത്തു അലാ കലാമില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിന്റെ കലാമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അലാ ഖവാഇദി തഫ്സീറിൽ മഅറൂഫ, അറിയപ്പെട്ട തഫ്സീറിന്റെ ഖായിദകളുടെ അടിസ്ഥാനത്തിലുള്ള. തഫ്സീറുൽ ഖുർആൻ ബിൽ ഖുർആൻ, എന്താണ് തഫ്സീറിന്റെ ഖായിദ എന്ന് പറയുന്നത്? ഖുർആൻ കൊണ്ട് തഫ്സീർ ചെയ്യാം. ഖുർആൻ ബാദിനെ ചിലതിനെ തഫ്സീർ ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഔ തഫ്സീറുൽ ഖുർആൻ ബിസ്സുന്ന, അല്ലെങ്കിൽ ഖുർആനെ നബി ചര്യ കൊണ്ട്, ഹദീസുകൾ കൊണ്ട്, സ്വഹീഹ് ഹദീസുകൾ കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചര്യ കൊണ്ട് ഒക്കെ തഫ്സീർ ചെയ്യാം. ഔ തഫ്സീറുൽ ഖുർആൻ ബി അഖ്വാലി സ്വഹാബത്തി, അല്ലെങ്കിൽ സ്വഹാബാക്കളുടെ അഭിപ്രായങ്ങൾ, അഖ്വാൽ കൊണ്ട് തഫ്സീർ ചെയ്യാം ഖുർആനെ. ഔ തഫ്സീറുൽ ഖുർആൻ ബി മുഖ്തദ ലുഅത്തിൽ അറബിയ, അറബി ഭാഷയുടെ തേട്ടം കൊണ്ട് ഖുർആൻ തഫ്സീർ ചെയ്യാം. ഇതൊക്കെ ചേർന്നതാണ് ഹാദിഹി വുജൂഹു തഫ്സീർ, ഇതാണ് തഫ്സീറിന്റെ ശരിയായ രീതികൾ. അമ്മ യുദ്ഖില ഫിഹാ ഇൽമൽ കലാമി വ ഇൽമൽ മൻതിഖി ഫഹാദാ ലൈസ മിന തഫ്സീർ, അപ്പോൾ അത് ഇൽമുൽ മൻതിഖും ഇൽമുൽ കലാമും ഒക്കെ പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കുള്ള തഫ്സീർ അല്ല. ഫഔസഖു തഫാസീരി ഹുവ, അപ്പോൾ തഫ്സീറുകളിൽ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്നത് തഫ്സീർ ഇബ്നു ജരീർ, വകദാലിക തഫ്സീർ ഇബ്നു കസീർ, വകദാലിക തഫ്സീർ അൽ ബഗവി, ഹാദിഹി കുതുബുൻ മൗസൂഖത്ത്, ഇവയൊക്കെ വിശ്വസിക്കാവുന്ന തഫ്സീറുകളാണ്, ഗ്രന്ഥങ്ങളാണ്. തൻഹജു മൻഹജ സലഫി, സലഫിന്റെ മൻഹജ് പിന്തുടരുന്നതാണ്. വതുഫസ്സിറുൽ ഖുർആന ബിൽ വുജൂഹിൽ മഅറൂഫത്തി അല്ലതി ഹിയ വുജൂഹു തഫ്സീർ സ്വഹീഹ, ശരിയായ തഫ്സീറിന്റെ രീതികൾ പോലെ അറിയപ്പെട്ട രീതികൾ വെച്ച് തഫ്സീർ ഖുർആൻ തഫ്സീർ ചെയ്യുന്ന ഗ്രന്ഥങ്ങളാണിവ. ഇതല്ലാത്തതിൽ തെറ്റുകൾ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ തഫ്സീറിലും ചില തെറ്റുകളൊക്കെ കാണും. പൂർണ്ണമായും ശരിയാണ് എന്ന അർത്ഥത്തിലല്ല, എന്നാലും ഇതാണ് താരതമ്യേന ശരിയായ തഫ്സീർ, ഈ പറയപ്പെട്ട തഫ്സീറുകൾ. വകുല്ലു മുഫസ്സിറിൻ ലഹു ഇത്തിജാഹുൻ, ഓരോ മുഫസ്സിറിനും ഓരോ ശൈലി ഉണ്ടാവും. ബാദുഹും യത്തജിഹു ഇല നഹ്വി അബി ഹയ്യാൻ, ചിലര് നഹ്വിൽ ശ്രദ്ധിക്കും അബൂ ഹയ്യാനെ പോലെ. വബഅദുഹും യത്തജിഹു ഇലൽ ബലാഗ, ചിലര് ബലാഗയിൽ ശ്രദ്ധിക്കും സമഖ്ശരിയെ പോലെ. വബഅദുഹും യത്തജിഹു ഇലൽ അഹ്കാമിൽ ഫിഖ്ഹിയ്യ, ചിലര് ഫിഖ് കർമ്മശാസ്ത്രപരമായിട്ടുള്ള ഹുക്കുമുകൾ, വിധികളിൽ ശ്രദ്ധിക്കും ഖുർത്തുബിയെ പോലെ. ഖാല, ഷെയ്ഖ് അവർ പറഞ്ഞു, അൻ സുഫിയാൻ, സുഫിയാൻ എന്ന് പറഞ്ഞിട്ട് സുഫിയാൻ ഹാദാ യഹ്തമിൽ അന്നഹു സുഫിയാൻ ഇബ്നു ഉയൈന, ഇദ്ദേഹം സുഫിയാൻ ഇബ്നു ഉയൈന ആയിരിക്കാം. അൽ ഇമാമുൽ മഷ്ഹൂർ, അറിയപ്പെട്ട പ്രസിദ്ധനായ ഇമാം. വയഹ്തമിലു അന്നഹു സുഫിയാൻ സൗരി, സുഫിയാൻ സൗരി ആവാനും സാധ്യതയുണ്ട്. വഹാദാ ഹുവ അല്ലദീ റജ്ജഹഹു അശ്ശാരിഹ്, ഷാരിഹ് അതായത് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പ്രബലമാക്കിയിട്ടുള്ളത് ഈ വീക്ഷണമാണ്, സുഫിയാൻ സൗരി ആണ് എന്ന്. സുഫിയാൻ സൗരി, സുഫിയാൻ സൗരി ആരാണ്? ഇമാമുൻ ജലീലും, മഹാനായ ഇമാമാണ്. ഫി ഇൽമിൽ ഹദീസ്, ഹദീസിന്റെ ഇൽമിന്റെ വിഷയത്തിൽ. ഫി ഇൽമിൽ ഫിഖ്ഹി, ഇൽമുൽ ഫിഖ്ഹിലും, കർമ്മശാസ്ത്രത്തിൽ. വലഹു മദ്ഹബുൻ മുസ്തഖിലുൻ, അദ്ദേഹം സ്വതന്ത്രമായ ഒരു മദ്ഹബ് തന്നെയുണ്ട്. ലാകിന്നഹു ഇൻഖറള, പക്ഷേ അത് പിന്നീട് ഇല്ലാതായി. അൻ മൻസൂർ, മൻസൂർ എന്നവർ തൊട്ട്
മൻസൂർ ഹുവ മൻസൂർ ആരാണ്? മൻസൂർ ബിനുൽ മുഅ്തമിർ ഇമാമുൻ ജലീൽ വസിഖത്തുൻ, മഹാനായ ഇമാമാണ്, വിശ്വസ്തനായ സിഖത്തായ ആളാണ്. അൽ മുജാഹിദ്, മുജാഹിദ് എന്നവരെ തൊട്ട് മുജാഹിദ് ഇബ്നു ജബർ താബി അൽ ജലീൽ, മഹാനായ താബിയാണ് അദ്ദേഹം, മുജാഹിദ് ഇബ്നു ജബർ. പിന്നെ അക്ബർ തലാമീദി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവരുടെ ശിഷ്യന്മാരിൽ മഹാനാണ് അദ്ദേഹം. വഹുല്ലദി യഖൂൽ, അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത്, അറദുൽ മുസഹഫൈ അല ഇബ്നി അബ്ബാസ് മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി, മുസഹഫ് ഖുർആൻ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവർക്ക് മേൽ തുറന്നു വെച്ചു, അത് നോക്കിച്ചു എന്നർത്ഥം. എന്നിട്ട് എന്താണ്, അഖിഫു ഇൻദ കുല്ലി ആയത്തിൻ, ഓരോ ആയത്തിനടുത്ത് ഞാൻ നിൽക്കും, സ്റ്റോപ്പ് ചെയ്യും. വഅസ്അലുഹു അൻ മഅനാഹ, എന്നിട്ട് അതിന്റെ ആശയം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും. ഹാദാ ഹുവ മുജാഹിദ് ബിൻ ജബർ മിൻ അക്ബരി അയിമ്മത്തിൽ മുഫസ്സിരീന, അദ്ദേഹമാണ് മുജാഹിദ് ബിൻ ജബർ മുഫസ്സിരികളുടെ ഇമാമുകളിൽ മഹാനായ ആള്. വമിൻ അക്ബരി തലാമീദി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാരുടെ ശിഷ്യന്മാരിൽ പ്രമുഖൻ. ഫീ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ വിഷയത്തിൽ, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, ലാത ഉസ്സ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? സൂറത്ത് നജ്ം 19-ാമത്തെ ആയത്ത്. ഹാദി അസ്മാഉ അസ്നാമിൽ അറബി, അറബികളുടെ ബിംബങ്ങളുടെ പേരുകളാണ് ലാത്തയും ഉസ്സയും. ലാത്തു ഫി ത്വായിഫി, ലാത്ത ത്വായിഫിലാണ്. വൽ ഉസ്സ ഫി മക്കത്ത ഇൻദ അറഫാത്ത്, അറഫാത്തിന്റെ അടുത്ത് മക്കയിലാണ് ഉസ്സ. അപ്പോൾ മനാത്തു അലാ ത്വരീഖത്തിൽ മദീനത്തിൽ മുഷല്ലലി ഇൻദ ഖുദൈദ്, ഖുദൈദിന്റെ അടുത്ത് മുഷല്ലൽ, മദീനയിലേക്കുള്ള വഴിയിലാണ് മനാത്ത്. ഇതൊക്കെ മൂന്നും വിഗ്രഹങ്ങളാണ്, അങ്ങനെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരുന്നതാണ് പണ്ട്. കാന യുഹരിമു മിൻഹാൽ മുശ്രികൂന ഇദാ ജാഊ ലിൽ ഹജ്ജ്, ഹജ്ജിന് വരുമ്പോൾ ബഹുദൈവ വിശ്വാസികൾ മുശ്രിക്കുകൾ അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, ഇഹ്റാം കെട്ടിയിരുന്നത്. ഷാഹിദു മിൻ ദാലിക് അല്ലാത്ത്, ഇവിടെ പ്രധാന വിഷയം ലാത്തയാണ്. ഖാല കാന യരിത്തു ലഹും സവീഖ, ലാത്ത അവർക്ക്, അതായത് ഹാജിമാർക്ക് സവീഖ് പായസം അല്ലെങ്കിൽ ഒരു തരം പാനീയം അത് കുഴച്ചു കൊടുക്കാറുണ്ടായിരുന്നു. വലത്തു സവീഖി ഹുവ, സവീഖ് കുഴക്കാന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഖൽതുഹു ബിസ്സമി, അത് നെയ്യുമായിട്ട് കൂട്ടിക്കലർത്തലാണ്. അങ്ങനെ ചെയ്തിരുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു ലാത്ത. കാന ഹാദ റജുലു യഅമലു ഹാദൽ അമല മിൻ അജ്ലി തുഅമി നാസി, ജനങ്ങളെ ഭക്ഷിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ മനുഷ്യൻ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. യാനി ഉദ്ദേശിക്കുന്നത് യുഹ്സിനു ഇലൻ നാസ്, ജനങ്ങളിലേക്ക് നന്മ ചെയ്യുക. ഫഅഹബ്ബുഹു, അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു, അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. വതഅല്ലഖത ഖുലൂബുഹും ബിഹി, അവരുമായി അവരുടെ ഹൃദയങ്ങൾ ബന്ധപ്പെട്ടു. ലിഅന്നഹു യബ്ദുലു തുആമ, കാരണം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ത്വാമ് ഭക്ഷണം കൊടുക്കുന്നു ജനങ്ങൾക്ക്. ഫലമ്മ മാത്ത, അങ്ങനെ ആ സ്വാലിഹായ മനുഷ്യൻ, നല്ല മനുഷ്യൻ മരിച്ചപ്പോൾ അഖഫു അലാ ഖബ്രിഹി, ആളുകൾ എന്ത് ചെയ്തു, അവർ അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുത്ത് ഭജനം ഇരിക്കാൻ തുടങ്ങി കൂട്ടമായിട്ട്. ഹത്താ സ്വാറ വസനൻ, അങ്ങനെ അത് വസനാകുവോളം അത് പിന്നെ ഒരു ബിംബമായി പരിവർത്തിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ബിംബം ഉണ്ടാക്കി, പിന്നെ ആ ഖബർ ബിംബമായി മാറി. അതുകൂടാതെ അദ്ദേഹത്തിന്റെ ബിംബം ഉണ്ടാക്കുകയും ചെയ്തു. ഫമാത്ത, അങ്ങനെ അദ്ദേഹം മരിച്ചു. ഫഅഖഫു അലാ ഖബ്രിഹി, അപ്പോൾ അവർ അദ്ദേഹത്തിന്റെ ഖബറിനടുത്ത് ഇത്തികാഫ് ചെയ്തു, അല്ലെങ്കിൽ ചുറ്റുമിരുന്നു, ഭജനമിരുന്നു. ദല്ലാല, ഇത് അറിയിക്കുന്നത് അന്നൽ ഉലുവ ഫി ഖുബൂരി സ്വാലിഹീന, സ്വാലിഹീങ്ങളുടെ ഖബറുകളുടെ വിഷയത്തിൽ ഉള്ള അതിര് കവിച്ചിൽ യുസയ്യിറുഹ ഔസാനൻ തുഅബദു മിൻ ദൂനില്ലാഹ്, അത് അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ബിംബങ്ങളാക്കി അതിനെ മാറ്റും. ലിഅന്ന ലാത്ത റജുലുൻ സ്വാലിഹുൻ, കാരണം ലാത്ത എന്ന വ്യക്തി അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. മാസ്വാറ ഖബറുഹു വസനൻ ഇല്ലാ ബി സബബിൽ ഉലുവി ഫിഹി, അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഉണ്ടായ ഉലുവ്, അതിര് കവിച്ചിൽ കൊണ്ടല്ലാതെ അല്ല എന്ത്, അത് അദ്ദേഹത്തിന്റെ ഖബർ വസൻ ആയത്. അപ്പോൾ വസനായത് ഈ കാരണം കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഖബറിനടുത്തുള്ള ആളുകളുടെ ഭജനമിരിക്കലും ഇത് കാരണമാണ്, അല്ലാതെ അല്ല, ഇത് കാരണമാണ് അർത്ഥം. വക്കദാ ഖാല അബുൽ ജൗസ, അബുൽ ജൗസാവും അപ്രകാരം പറഞ്ഞു. അബുൽ ജൗസ ആരാണ്? ഹുവ സുഫിയാൻ ബിൻ അബ്ദുല്ലാഹി അർ-റബായി അൻ ഇബ്നു അബ്ബാസ് ഖാല കാന യരിത്തു സവീഖ ലിൽ ഹാജി, അവര് ലാത്ത ഹാജിമാർക്ക് സവീഖ് ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഹാദാ മിസ്ലു റിവായത്ത് ഇബ്നു ജരീർ, ഇത് ഇബ്നു ജരീറിന്റെ റിവായത്ത് പോലെ തന്നെയാണ്. ഫി അന്ന ലാത്ത ഇസ്മു റജുലിൻ ഉലു ഗലൗ എന്നായിരിക്കാനാണ് സാധ്യത. ഗലൗ ഫി ഖബരിഹി ഹത്താ സ്വാറ വസനൻ യുഅബദ്, രണ്ട് മനുഷ്യന്റെ പേരായിരുന്നു ലാത്ത. അദ്ദേഹത്തിന്റെ ഖബറിന്റെ വിഷയത്തിൽ ആളുകൾ എന്ത് ചെയ്തു, അതിര് കവിഞ്ഞു. അപ്പോൾ അത് വസനായി, ആരാധിക്കപ്പെടുന്ന വസൻ ബിംബം ആയി എന്ന്. ഖാല വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല, ഇനി മറ്റൊരു ഹദീസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നുള്ള നിവേദനം.
അദ്ദേഹം പറഞ്ഞു ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അല്ലാനു ലാന് ശാപം എന്ന് പറഞ്ഞാൽ അത്വർദു വൽ ഇബാദു അൻ റഹ്മത്തില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുക, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ആശയം അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചു എന്ന് പറഞ്ഞാൽ ദഅഅലൈഹിം ബില്ലാന, അവർക്ക് എതിരെ ലാനത്ത് ശാപ പ്രാർത്ഥന നടത്തിയെന്നത്. ശാപം ഫഹാദാ ഫീ ദലീലുൻ അലാ ലാനി അസ്ഹാബിൽ കബായിർ, വൻ ദോഷങ്ങൾ പ്രവർത്തിക്കുന്നവർക്കെതിരിൽ ശപിക്കുക, അവരെ ശപിക്കുക എന്നുള്ളതിൽ ഇത് തെളിവുണ്ട്. എന്നാൽ ഇത് കൊണ്ട് ഉദ്ദേശം വ്യക്തികളെ ശപിക്കുക എന്നതാവണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിക്കപ്പെട്ട പ്രവൃത്തിയാണ് സൂചിപ്പിച്ചതായിരിക്കാനുള്ള സാധ്യത. തെറ്റ് ചെയ്യുന്നവർക്ക് അവർക്ക് തിരുത്തുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ നൽകാണ് വേണ്ടത്. അവർ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം. സായിറാത്തുൽ ഖുബൂരി, ആരാ ശപിച്ചത്? ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകൾ. ഐ അന്നിസാഉ അല്ലാത്തി തസൂറു ഖുബൂറ, ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകൾ. ഫദല്ല ഹദാ അല തഹരീമി സിയാറത്തിൻ നിസാഇ ലിൽ ഖുബൂരി, ഖബറുകൾ സ്ത്രീകൾ സന്ദർശിക്കൽ ഹറാമാണ് എന്നതിലേക്ക് ഇതിൽ തെളിവുണ്ട്. വഹദാ മദ്ഹബുൽ ജുംഹൂരി അഹ്ലിൽ, ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും വീക്ഷണം സ്ത്രീകൾ ഖബർ സിയാറത്ത് ഹറാമാണെന്നാണ്. അനഹുലാ യജൂസു ലിന്നിസാഇ അൻ തസൂറ ഖുബൂർ ലിഹാദിൽ ഹദീസ്, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾ ഖബർ സിയാറത്ത് ചെയ്യരുത് എന്ന്. എന്നാൽ ഇനി പറയുന്നുണ്ട് പണ്ഡിതന്മാരുടെ ഒരു വിഭാഗം സ്ത്രീകൾക്ക് ഉപാധികളോടെ ഖബർ സിയാറത്ത് ചെയ്യാം, നിരോധനം കർക്കശമല്ല എന്ന വീക്ഷണമുണ്ട്. ഉലമാ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു അന്നൽ മറഅത ളഈഫത്തുൻ, സ്ത്രീകൾ ബലഹീനരാണ്. ഫഇദാ റഅത് ഖബറ ഖരീബിഹാ മിൻ ഇബ്നിഹാ ഔ അബിഹാ വ അഖിഹാ വ സൗജിഹാ, അവരുടെ ബന്ധുവിന്റെ അല്ലെങ്കിൽ മകന്റെ ഉപ്പയുടെ അല്ലെങ്കിൽ സഹോദരന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഖബർ കാണുമ്പോൾ ഫഇന്നഹാ ലാ തംലികു നഫ്സഹാ മിനൻ നിയാഹത്തി വ മിനൽ ജസാഇ, അവർക്ക് വിലപിക്കാനും കരയലും അത് പിടിച്ചു നിർത്താൻ കഴിയില്ല. അപ്പോൾ നിയന്ത്രണം വിട്ട് കരഞ്ഞു പോകും. അപ്പോൾ അത് നിയാഹത്ത് ഹറാമാണല്ലോ, അങ്ങനെ നിലവിളിച്ച് കളയുന്നതൊക്കെ ഹറാമാണ്. അപ്പോൾ അതാണ് ഒരു കാരണം പറയുന്നത്. ഇതൊരു പോയിന്റാണ്. സ്ത്രീകൾ പൊതുവെ അങ്ങനെയാണ്, പക്ഷെ എല്ലാ സ്ത്രീകളും അങ്ങനെ ആണെന്നില്ല. അതുകൊണ്ട് തന്നെ നിർഭയത്വമുള്ള സ്ത്രീകൾക്ക് ഹിജാബ് പാലിച്ചുകൊണ്ട് ഖബർ സിയാറത്ത് ചെയ്യാൻ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് ഇതും അൽ മർഅത്തു ഔറത്തുൻ, സ്ത്രീ ഔറത്താണ്. ഫഇദാ ദഹബത്തിൽ മഖാബരി വഖ്തലത്ത് ബിർരിജാലി ഹസന മിൻ ദാലിക ഫവാഹിഷുൻ വസിനാ വശർറു, അപ്പോൾ പുരുഷന്മാരുമായിട്ട് ഖബർ സിയാറത്തിന് പോയാൽ പിന്നെ മഖ്ബറകളിലേക്ക് പോയാൽ എന്താവും, പുരുഷന്മാരുമായിട്ട് മിങ്കിൾ ചെയ്യും. അത് മ്ലേച്ഛ പ്രവർത്തികൾ വ്യഭിചാരം തിന്മ അതിലേക്കൊക്കെ നയിക്കും എന്നതാണ്. ഫിത്തനാണ്. അത് എവിടെ പോവുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മഖ്ബറയിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമല്ല, മസ്ജിദിലേക്ക് പോവുകയാണെങ്കിലും അത് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ഹിജാബ് പാലിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ പ്രശ്നമില്ല എന്നതാണ്. കമാഹുൽ വാഖിഉൽ ആന ഇൻദൽ അദ്ഹിയത്തി മിൻ ഇഖ്തിലാത്തി നിസാഇ ബിർരിജാൽ വമാ യഹ്സുലു മിനൽ മഫാസിൽ, അദ്ഹിയ ദർഗകളിൽ ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ കാലത്ത് അത് ശരിയാണ്. കാരണം പല ദർഗകളിലും സ്ത്രീകളും പുരുഷന്മാരും വളരെയധികം ഇടകലർന്ന രീതി കാണാം. അതേസമയം ഒരു ബന്ധുവിൻ്റെ ഖബറിന് അടുത്ത് പോയിട്ട് മകൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു വിഷയമൊന്നും വളർന്നില്ല. ദർഗകളിലൊക്കെ സ്ത്രീകൾ കൂട്ടത്തോടെയൊക്കെ പോയിട്ട് പുരുഷന്മാരും സ്ത്രീകളൊക്കെ മിങ്കിളായിട്ട് പല അനാശാസ്യ പ്രവർത്തികൾ വരെ നടക്കുന്നതായിട്ട് നമുക്ക് അറിയപ്പെടുന്ന കാര്യമാണല്ലോ. പല ദർഗകളുടെയും വിഷയങ്ങൾ ഒരു നിയന്ത്രണമല്ലാതെയാണ്. ചില പണ്ഡിതന്മാർ നിലപാടെടുത്തിരിക്കുന്നു ഇലാ ജവാസ് സിയാറത്തിൻ നിസാഇ ലിൽ ഖുബൂരി, ഖബറുകൾ സ്ത്രീകൾക്ക് സന്ദർശിക്കൽ അനുവദനീയമാണ് എന്ന്. അഖദൻ മിൻ ഉമൂമി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം അതിൽ നിന്ന് പൊതുവായിട്ട് സ്വീകരിച്ചുകൊണ്ട് പൊതുവായിട്ടുള്ള ഹദീസ് അത് പറയാം. അതിനു മുമ്പ് ഈ അദ്ഹിയത്തുകൾ കെട്ടിപ്പൊക്കിയ ദർഗകളൊക്കെ ഉണ്ടല്ലോ, അത് സന്ദർശിക്കൽ പുരുഷന്മാർക്കും ഹറാം തന്നെയാണ്, പാടില്ല. കാരണം അത് ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ലല്ലോ. അപ്പൊ അവിടെ ചെന്നിട്ട് പല അനാചാരങ്ങളും ചെയ്യല്, ആ ഉദ്ദേശത്തിൽ അവിടെ പോകുക എന്ന് പറയുമ്പോൾ അത് പുരുഷന്മാർക്കും പിന്നെ അതേപോലെ അവിടെ പ്രത്യേക പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് സിയാറത്ത് ചെയ്യല് അത് പുരുഷന്മാർക്കാണെങ്കിലും ഹറാം തന്നെയാണ്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പൊതുവായിട്ടുള്ള ഹദീസ്, കുന്തു നഹൈതുക്കും അൻ സിയാറത്തുൽ ഖുബൂരി, നിങ്ങൾക്ക് ഞാൻ ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നു. ഫസൂറുഹ, ഇനി നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളൂ. ഫഇന്നഹാ തുദക്കിറുൽ ബിൽ ആഖിറ, അത് ആഖിറത്തിനെ ഓർമ്മിപ്പിക്കും. ഖാലു ഹാദാ ലഫ്ദുൻ ആമുൻ, ഇത് പൊതുവായിട്ടുള്ള വചനമാണ്. യദ്ഖുലു ഫീഹി അർരിജാലു വന്നിസാ, ഇതിൽ സ്ത്രീകളും പുരുഷന്മാരും പെട്ടു. അപ്പോൾ നേരത്തെ സ്ത്രീകൾക്ക് നിരോധനം എന്ന് പറഞ്ഞത് മൊത്തത്തിലുള്ള നിരോധനത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീകളെയും
നിരോധനം പറഞ്ഞതാണ് എന്നതാണ് അവരുടെ വാദം. പിന്നീട് നിരോധനം നീക്കിയപ്പോൾ അത് സ്ത്രീകൾക്കും ആ നിരോധനം നീക്കിയത് ബാധകമാണെന്നതാണ്. ജവാബ് അൻദാലിക മിൻ വജ്ഹൈൻ. ഇതിന്റെ മറുപടി ഷെയ്ഖ് ഫൗസാന്റെ അഭിപ്രായം പറയണം. അൽ വജ്ഹുൽ അവ്വൽ, ഒന്നാമത്തെ രീതി, ഒന്നാമത്തെ വിധം മറുപടി. അന്ന ഖൗലുഹു ഫസൂറുഹ എന്ന് പറഞ്ഞാൽ സൂറു എന്ന് പറഞ്ഞാൽ ഹാദൽ ഖിതാബ് ലിൽരിജാലി, ഇത് പുരുഷന്മാരോടാണ്. സൂറു എന്ന് പറയുമ്പോൾ പുല്ലിംഗ് ആണല്ലോ. ഖിതാബ് റിജാൽ ലാ തദ്ഖുലു ഫിഹി നിസാബ്, അതൊരു സ്ത്രീകൾ പെടില്ല. പക്ഷേ ഇത് ശരിയായി തോന്നുന്നില്ല. എന്തുകൊണ്ട് ഫൗസാൻ റഹിമഹുല്ലാനെ പറഞ്ഞെന്നറിയില്ല. സൂറു എന്ന് പറഞ്ഞ പുരുഷന്മാര് സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. പൊതുവെ എല്ലാ ഭാഷയിലും, അറബി ഭാഷയിലും തന്നെ പുല്ലിംഗാണ് സൂചിപ്പിക്കുക പൊതുവായി പറയുമ്പോൾ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലെങ്കിൽ സത്യവിശ്വാസികളെ, ആമനു എന്ന് പറയുമ്പോൾ സത്യവിശ്വാസികൾ പുരുഷന്മാരാണ്. പക്ഷെ സ്ത്രീകളെ ഉദ്ദേശിച്ചും പൊതുവായിട്ട് ആമനു എന്ന് പറയും, പുല്ലിംഗാണല്ലോ ഉപയോഗിക്കുക. ഇനി അൽ വജ്ഹുസ്സാനി, തന്നെ അടുത്തന്നെ പറയുന്നുണ്ട് വിഷയം. അൻഹു അലാ ഫർളി അന്ന ഹാദൽ ഖിതാബ ആമൻ ലിർരിജാലി വന്നിസാ. ഇനി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് വന്നിസാവ് കണ്ടോ, വന്നിസായി എന്നാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് പൊതുവായ ഖിതാബാണ്, അവരെ അഭിസംബോധന ചെയ്തതാണ് എന്നാണെങ്കിലോ, അങ്ങനെ വെച്ചാൽ പോലും ഫഇന്നഹു മഖ്സൂസുൻ ബിഹാദിൽ ഹദീസ്, ഈ ഹദീസ് കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടു. ഏത് ഹദീസ്? സ്ത്രീകള് ഖബർ സന്ദർശനം പ്രത്യേകമായിട്ട് ഹദീസിൽ നിരോധനം വേറെ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇനി അടുത്തത് വഹ്തജു അയ്ളൻ, ഇനി സ്ത്രീകൾക്കും ഖബർ സിയാറത്ത് അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തെളിവാക്കുന്നു. ബിഅന്ന ആയിഷ റളിയല്ലാഹു അൻഹ സാറത്ത് ഖബറ അഖിഹ അബ്ദുറഹ്മാൻ, ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ സഹോദരൻ അബ്ദുറഹ്മാൻ എന്നിവരുടെ ഖബർ സന്ദർശിച്ചു എന്നാണ്. ഖാലു, അവർ പറയുന്നു, ഫഹാദ ദലീലുൻ അലാ ജവാസ് സിയാറത്തി നിസാഇ ലിൽ ഖുബൂർ, ഇത് സ്ത്രീകൾക്ക് ഖബർ സന്ദർശിക്കാമെന്നതിന് തെളിവാണ്. വൽ ജവാബ് അൻദാലിക, ഇതിന് മറുപടി ഫൗസാൻ റഹിമഹുല്ലാഹ് പറയാണ് അന്ന ഫിഅല ആയിഷത ഹാദാ മഹ്മൂലുൻ അലാ അന്നഹ ലം യബ്ലുഹ അന്നഹി, നിരോധനം നബി നിരോധിച്ചത് ആ വിവരം ആയിഷാബിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. വലൗ ബലഅഹ അന്നഹിയു ലം തകുൻ ലിതുഖാലിഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നിരോധനം കിട്ടിയിരുന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ എതിര് പ്രവർത്തിക്കില്ലായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് എതിര് പ്രവർത്തിക്കില്ലായിരുന്നു. വൽ ജവാബ് സാനി, രണ്ടാമത്തെ ഉത്തരം, വലാ ഫർളി അന്നഹ ബലവഹ ഹാദൽ ഹദീസ്, ഈ ഹദീസ് കിട്ടിയെന്ന് തന്നെ വിചാരിക്കുക ആയിഷാബിക്ക് നിരോധനത്തിന്റെ. ഫഹാദ ഇജ്തിഹാദു മിൻഹ, ഇത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഇജ്തിഹാദാണ്. വലാ ശക്ക അന്നൽ ഹുജ്ജത ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഫി ഇജ്തിഹാദിൽ മുജ്തഹിദീൻ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലാണ് തെളിവുള്ളത്, മുജ്തഹിദുകളുടെ ഇജ്തിഹാദിൽ അല്ല. പക്ഷെ ആ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുജ്തഹിദുകൾ വ്യത്യസ്ത നിലപാടുകാരായിരിക്കും. അപ്പോൾ ആ നിലപാട് ബോധ്യപ്പെട്ട ഒരാൾ അത് ചെയ്യുമ്പോൾ നമുക്ക് അത് തെറ്റാണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ പ്രബലമായ സ്വഹീഹായ ശരിയായ അഭിപ്രായം ഹുവ, അത് മൻഉൻ നിസാഇ മിൻ സിയാറത്തിൽ ഖുബൂർ, ഖബർ സിയാറത്ത് സ്ത്രീക്ക് പാടില്ല, അത് തടയണം എന്നതാണ് ശരിയായ നിലപാട്, അതാണ് പ്രബലമായ നിലപാട് എന്നതിനെയാണ് ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പ്രബലമാക്കിയിട്ടുള്ളത്. വഇൻ കാന ബഅദുൽ ബാഹിതീന ഫീ ഹാദൽ അസ്രി അദ്ഹറ ഹാദിഹിൽ മസ്അല വകതബ ഫീഹാ, ഈ കാലഘട്ടത്തിൽ ചില ഗവേഷകർ ഈ മസ്അല അത് ചർച്ച ചെയ്യുകയും സ്ത്രീകൾക്ക് എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഖബർ സിയാറത്ത് അനുവദനീയാണ്, അബാഹലിൻ നിസാഇ സിയാറത്തുൽ ഖുബൂർ, സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് മുബാഹാണ്, അനുവദനീയമാണ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഫഹാദ ഖൗലുൻ മർജൂഹൻ, എന്നാൽ ഇത് എന്താണ്, ദുർബലമായ അല്ലെങ്കിൽ ശരിയല്ലാത്ത അഭിപ്രായമാണെന്നാണ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നത്. വലാ യജൂസു ലിത്വാലിബിൽ ഇൽമി അന്നഹു യതതബ്ബഉ അൽ മസാഇൽ ഗരീബത, ഇത്ര മറ്റപ്പെട്ട മസ്അലകൾ അതിന്റെ പിന്നാലെ പോകല് ത്വാലിബുൽ ഇൽമി വിദ്യാർത്ഥിക്ക് അനുവദനീയമല്ല. വയദ്ഹബു യുസീറുഹാ മിൻ ജദീദ് വയബ്അസുഹാ അലൻ നാസി മിൻ ജദീദ് ലിമാ യതറത്തബു അലാ ദാലിക മിൻ മഫാസിദ്, അതിൽ പല ഫസാദുകളും ഉള്ളത് കാരണം ഇതൊക്കെ തേടി പിടിച്ച് പ്രചരിപ്പിക്കാൻ പാടില്ല വിദ്യാർത്ഥികൾ എന്നതാണ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നത്. ഖൗലുഹു സായിറാത്തുൽ ഖുബൂർ, ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞു. വൽ മുത്തഖദീന അലൈഹാൽ മസാജിദ വസുറുജ, ഖബറുകൾക്ക് മേൽ അല്ലെങ്കിൽ ഖബറിങ്കൽ മസ്ജിദുകളും വിളക്കുകളും സ്ഥാപിക്കുന്നവർ. അമ്മാരെ അനുഭവം മുത്തഖദീന അലൈഹാൽ മസാജിദ, മസ്ജിദുകൾ ഖബറിന്റെ അടുത്ത് സ്ഥാപിക്കുക, ഖബറിങ്കൽ സ്ഥാപിക്കുക എന്നത് അതിനെ അങ്ങനെ ചെയ്യുന്നവരെ ശപിക്കുക എന്ന വിഷയം. ഫഹാദ സബഖ ഫി ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു വചനത്തിൽ നേരത്തെ മുന്നേ വന്നിട്ടുണ്ട്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂറ അൻബിയാഇ മസാജിദ, യഹൂദി നസാറകളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടായിരിക്കട്ടെ, കാരണം എങ്ങനെയുള്ള അമ്പിയാക്കളുടെ മസ്ജിദുകളെ, അവരുടെ അമ്പിയാക്കളുടെ മസ്ജിദുകളെ അവരുടെ ഖബറുകളാക്കി എന്നത്.
അമ്മാനത്തിൽ മുത്തഹിദീന അലിഹ സൂജ, അപ്പൊ ഖബറുകളിൽ വിളക്കുകൾ സ്ഥാപിക്കുക, അങ്ങനെയുള്ളവരെ ലാനത്ത് ചെയ്യുക എന്നത് മുറാദു ബിദാലിക, ഇതിന്റെ ഉദ്ദേശം ഇവാഅത്തുൽ മഖബറത്ത് ബിൽ അൻവാർ, ഖബറുകൾ വെളിച്ചം കൊണ്ട് പ്രകാശിപ്പിക്കലാണ്. അത് പാടില്ല എന്നതാണ്. കാരണം ഇത് ഖബറുകളുടെ വിഷയത്തിൽ ഉള്ള അതിര് കവിച്ചിലേക്കുള്ള ഒരു വഴിയാണ്, ഷിർക്കിലേക്ക് നയിക്കുന്നതുമാണ്. കാരണം ഈ ഖബറിന്റെ അവിടെ പ്രത്യേക ഒരു ഡെക്കറേഷൻ ലൈറ്റിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ജാഹിലീങ്ങൾ ആയിട്ടുള്ള ആളുകൾ, ജനങ്ങൾ ഒക്കെ അവരുടെ നോട്ടം അതിലേക്ക് വലിച്ച് കൊണ്ടുപോകും. എന്നിട്ട് അത് ഖബർ സിയാറത്ത് നടത്തും, അതിങ്ങനെ ആവർത്തിക്കും, ഇടക്കിടക്ക് ഇങ്ങനെ പോകും. പിന്നെ അത് ഷിർക്കിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ ഖബറുകൾ അവിടെ ലൈറ്റ് ഇടല് എന്തല്ല, പ്രകാശിപ്പിക്കൽ അനുവദനീയല്ല. ബൽ തുജഅലുൽ മഖാബിറു ഖാലിയതൻ മിനൽ ഇളാഅത്തി, പ്രകാശമൊന്നുമില്ലാതെ ഖബറുകൾ അപ്പടി തന്നെ നിലനിർത്തലാണ് വേണ്ടത്. വഇദാ ഇഹ്താജ അന്നാസു ഇലാ ദഫനി മയ്യത്തിൻ ഫിൽ ലൈലി, ഇനി ഒരു മയ്യത്തിനെ രാത്രി ഖബറടക്കാൻ ആവശ്യമായി നിൽക്കുക, രാത്രി ഖബറടക്കേണ്ടി വന്നാൽ ഫഇന്നഹും യഖുദൂന മഅഹും സിറാജൻ, അപ്പോൾ ഒരു വിളക്കുണ്ടാകാം. കമാ ഫഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തു ഇൻദ ദഫനി ബിൽ ലൈൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും രാത്രി ഖബറടക്കിയപ്പോൾ ചെയ്തതെന്ന്